9 വർഷമായിട്ട് ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല യാത്രകളായിട്ട് നമ്മുടെ ഫാമിലിയിലെ ഒരു സ്പെഷ്യൽ മെമ്പറാണ് ഈ ക്രെറ്റ. സോ ഇവൻ്റെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങളൊരു യൂസ് ക്രെറ്റ, ഒരു സ്പെഷ്യലി ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ മേടിക്കാൻ നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെയാണ് ഇതിൻ്റെ കോമൺ പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്രെറ്റ ശരിക്കും പറഞ്ഞാൽ 6 വേരിയൻസിലാണ് ജെൻ 1 വന്നത്. ഒന്ന് അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞ മോഡലുണ്ട്, പിന്നെ എസ് ഉണ്ട്, SX ഉണ്ട്, SX പ്ലസ് ഉണ്ട്, പിന്നെ ഫുൾ ഓപ്ഷനായ SX ഓപ്ഷൻ. 3 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. 3 എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നൊരു 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനായിരുന്നു. എല്ലാം വെർണയായിട്ട് ഷെയർ ചെയ്യുന്ന എഞ്ചിൻസാണ്. ആ സമയത്ത് 2015-16 കാലഘട്ടത്തിലെ വെർണയുടെ സെയിം എഞ്ചിൻസാണ് ക്രെറ്റയിലും ഉണ്ടായിരുന്നത്. സോ 1.4 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു. അത് അധികം പവറില്ല, 88 bhp കണ്ടേ ഉള്ളൂ. പക്ഷേ ഒരു ഡീസൻറ്റ് മൈൽ മഞ്ചറായിരുന്നു. കാരണം 20 കിലോമീറ്റർ അടുത്ത് മൈലേജ് ആ വണ്ടിക്ക് കിട്ടാറുണ്ട്. സോ മൈലേജ് ആണ് ആവശ്യമെങ്കിൽ ഒരു പക്ഷേ ആ വണ്ടിയായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഫിറ്റായിട്ട് വരിക. പക്ഷേ അതിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 1.6 ലിറ്റർ ഡീസൽ എഞ്ചിൻ മേടിക്കണം. അതായത് ഇതിൻ്റെ കൂടെ ഒരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് പെയർ ചെയ്തിട്ടുണ്ട്. വളരെ റിലയബിൾ ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. എഞ്ചിനും പവർഫുള്ളാണ്. 1.6 ലിറ്റർ ആയതുകൊണ്ട് തന്നെ വളരെ പഞ്ചി ആയിട്ടുള്ള ഓൾമോസ്റ്റ് 126 bhp ഇതിന് പവർ ഉണ്ട്. ഒരു 250 ന്യൂട്ടൺ മീറ്റർ എടുത്ത് ടോർക്കും ഉണ്ട്. ഇതിൻ്റെ തന്നെ ഒരു 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അതിലും ഓട്ടോമാറ്റിക് മാനുവൽ ഓപ്ഷൻ ഉണ്ട്. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ വേരിയൻസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. അതായത് ഈ പറഞ്ഞ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള SX ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേസമയം ഹിൽ ഹോൾഡർ സിസ്റ്റം, അതുപോലെ സ്റ്റെബിലിറ്റി, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക് ഒരിക്കലും ആ ടൈമിൽ എന്തൊരു വിയേർഡ് കാരണം കൊണ്ട് കൊടുക്കില്ലായിരുന്നു. സോ ഓട്ടോമാറ്റിക് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ SX പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ വേരിയൻ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഇത് വളരെ പെപ്പി ആയിട്ടുള്ള എഞ്ചിനാണ്. നോർമൽ ഇതിൽ ട്യൂണിങ് ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് സ്പെക്കാണുള്ളത്. കമ്പനിയിൽ തന്നെയാണ് സർവീസ് ചെയ്തത്. സോ ഇതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂൺ ചെയ്യണം എന്നുള്ളവർക്ക് ട്യൂൺ ചെയ്യാം. കാരണം ഈ സ്റ്റേജ് 1, സ്റ്റേജ് 2 ഒക്കെ ചെയ്ത ഒരുപാട് ക്രെറ്റകളുണ്ട്. പക്ഷേ സ്റ്റേജ് 1 തന്നെ നല്ല പെർഫോമൻസ് കിട്ടും. പക്ഷേ അതൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നല്ല പെപ്പി വണ്ടിയാണ്. ലാഗും കാര്യങ്ങളൊന്നുമില്ല. ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്, നല്ല വെൽ ട്യൂൺഡ് ആയിട്ടുള്ളൊരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. പിന്നെ ഇതിനകത്ത് കോമൺ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർ വളരെ റിലയബിൾ ആയിരുന്നു. ഇതുവരെയായിട്ടും ഈ കറക്റ്റ് ആ കമ്പനി സർവീസിൽ ഇൻ്റർവെല്ലിൽ തന്നെ ഹ്യുണ്ടായി തന്നെയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ മേജറായിട്ടുള്ള ഒരു പണി ഇതിൽ വന്നിട്ടില്ല. ടയർ ആണെങ്കിൽ ഒരു 55,000 കിലോമീറ്ററോളം ഫസ്റ്റ് സെറ്റ് ടയേഴ്സ് കിട്ടി. പിന്നെ പാഡ്സ് ആണെങ്കിൽ 25,000-30,000 കിലോമീറ്റർ വരെ ബ്രേക്ക് പാഡ് സുഖമായിട്ട് ലാസ്റ്റ് ചെയ്തു. റോട്ടർ ഒരു പ്രാവശ്യം സ്കിം ചെയ്തു. എനിക്കൊന്ന് 70,000 കിലോമീറ്ററും കണ്ട് റോട്ടർ ഒരെണ്ണം മാറി. പിന്നെ ഇതിനകത്ത് വേറൊരു മേജർ എക്സ്പെൻസ് വരാൻ സാധ്യതയുള്ളത് ഈ നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷന് ചിലപ്പോൾ പ്രശ്നം വരാറുണ്ട് ചില വണ്ടികൾക്ക്. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒരു 80,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും സസ്പെൻഷൻസും അതുപോലെ ടൈറോഡൻസും കാര്യങ്ങളും, സസ്പെൻഷൻ്റെ ബുഷുകളും ടൈറോഡൻറ്റും 2 റീപ്ലേസ് ചെയ്തിരുന്നു. അതൊരു നോർമൽ റുട്ടീൻ മെയിൻ്റനൻസ് ആണ്. നമ്മുടെ റോട്ടിൽ ഓടുന്ന വണ്ടികൾക്ക് ഒരു 80,000 കിലോമീറ്ററൊക്കെ ആവും. 80,000 കിട്ടിയാൽ തന്നെ വലിയ കാര്യം എന്നുള്ള അവസ്ഥയാണ്. സോ ഇതിനകത്ത് കറക്റ്റ് ആ റുട്ടീനായിട്ട് മാറിപ്പോയി. പിന്നെ ചില വണ്ടികൾക്ക് ടർബോ ചാർജേഴ്സിന് പ്രശ്നം വരാറുണ്ട്. ടച്ച് വുഡ് നമ്മുടെ വണ്ടിക്ക് ടർബോ വളരെ ക്ലീനാണ്. ഇഞ്ചക്ടേഴ്സും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വണ്ടി നോക്കുകയാണെങ്കിൽ ടർബോൻ്റെ ചെക്ക് ചെയ്യണം, ഇഞ്ചക്ടേഴ്സിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യണം. അതുപോലെ ഇൻ്റർകൂളറിൻ്റെ ഹോസിൻ്റെ അവിടെ ചില നനവ് കാണാറുള്ള ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർകൂളറിൻ്റെ ഹോസും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. പിന്നെ ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക്കും റിയർ ഡ്രമ്മും ആണുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഫെയ്ഡിന് ചെക്ക് ചെയ്യണം. നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യം നല്ലോണം ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് ഫെയ്ഡ് വരുന്നുണ്ടോ എന്ന്, ഇല്ല അങ്ങനെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട്. പിന്നെ ക്രെറ്റയ്ക്കുള്ള ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റസ്റ്റിംഗ് ആണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ സൗത്ത് സൈഡിൽ ഈ കോസ്റ്റൽ ഏരിയയിലുള്ള ക്രെറ്റകൾക്കൊക്കെ അവിടെ എവിടെയും ചെറുതായിട്ട് ഈ പ്രത്യേകിച്ച് ഈ ബീഡിങ്ങിൻ്റെ ഒക്കെ അടിയിൽ, ഞാൻ ആ സ്പോട്ട് കാണിച്ചു തരാം, ആ ബീഡിങ്ങിൻ്റെ അടിയിൽ ചെറിയ രീതിയിൽ റസ്റ്റിംഗ് വരാറുണ്ട്. അപ്പം നമ്മുടെ കാറിൻ്റെ ടർബോ ചാർജറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒറിജിനൽ തന്നെയാണ്, അതൊന്നും മാറ്റിയിട്ടില്ല. AC-യുടെ കംപ്രസറും ഒറിജിനലാണ്, ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. നേരത്തെ AC-ക്ക് ഭയങ്കര കൂളിംഗ് ആയിരുന്നു, അസലും AC ആയിരുന്നു. ഒരു 80,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ AC-യുടെ എഫിഷ്യൻസി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ വേറെ കാര്യമായിട്ട് പ്രശ്നമൊന്നും കണ്ടില്ല. കംപ്രസറും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ എഫിഷ്യൻസി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ AC-യുടെ ഫംഗ്ഷനും കൂടെ നല്ലോണം നോക്കുക. പിന്നെ ക്രെറ്റയെന്നല്ല, ഏത് യൂസ് കാർ മേടിക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കുക. എവിടെയെങ്കിലും അവർക്കാവുമ്പോൾ ഇടി കിട്ടിയ വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ പറഞ്ഞ വെൽഡ് ചെയ്ത ജോയിൻസോ അല്ലെങ്കിൽ പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഇതാണ്. ചില ക്രെറ്റയ്ക്ക് സ്റ്റിയറിംഗ് ബോക്സിൽ കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അതിന് ചെറിയൊരു നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റിയറിംഗിൽ സൗണ്ട് പോലെ ചെറിയൊരു ക്രിക്കർ എന്നുള്ള സൗണ്ട് കിട്ടും. ഇത് നമ്മുടെ ടച്ച് വുഡ് നമ്മുടെ വണ്ടിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. മെയിൻ്റനൻസ് കറക്റ്റായി പോകുന്നതുകൊണ്ടും നമ്മുടെ വണ്ടിക്ക് അങ്ങനെ ആ ഏർലി ബാച്ച് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ക്ലീനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറയാം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് മാറിയോ എന്നുള്ളതാരും ചോദിക്കുക. ഒരു 1 ലാഖാണ് അവർ പറയുന്നത്, പക്ഷേ ഒരു 80,000 കിലോമീറ്റർ മാറിയാലും നഷ്ടമൊന്നുമില്ല. ടർബോൻ്റെ ഹോസ് ചെക്ക് ചെയ്യുക, ഇൻ്റർകൂളറിൻ്റെ ഹോസ് ചെക്ക് ചെയ്യുക.
ബ്രേക്സ് ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് സ്റ്റോപ്പിൽ ഈ പറഞ്ഞ ഫെയ്ഡ് വരുന്നുണ്ടോ എന്ന് നോക്കുക. സസ്പെൻഷനിൽ ഈ പറഞ്ഞ നോക്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ലീക്കോ അങ്ങനെ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇലക്ട്രോണിക്സിൽ ഈ പറഞ്ഞ ക്യാമറ സെൻസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. വിൻഡോസ് ഇടയ്ക്ക് നമ്മുടെ പവർ വിൻഡോസ് ഇടയ്ക്ക് ജാമായി, അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് മിക്കവാറും അത് ശരിയാവുന്നൊരു കേസേ ഉള്ളൂ. വലിയ കാര്യമുള്ള പ്രശ്നമൊന്നുമില്ല. നമ്മുടെയും ലെഫ്റ്റ് പവർ വിൻഡോ ജാമായിട്ട് ശരിയാക്കിയിരുന്നു. ഈ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡീസൽ വണ്ടിയാണ്, വൈറ്റ് സ്മോക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മോക്കോ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകുന്നതാണ്. സോ അത് ചെക്ക് ചെയ്യുക എന്തായാലും. സോ ഇനി സ്ട്രേറ്റ് ലൈനിൽ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, കൈവിട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് സൈഡിലേക്ക് കാര്യമായിട്ട് വണ്ടി വലിയുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വല്ല ഡിഫിക്കൽട്ടി ഇൻ ഡ്രൈവിംഗ് ഉണ്ടോ എന്നുള്ളത് കാര്യം ചെക്ക് ചെയ്യുക. സോ ഇത്രയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളൊരു 7 to 9 lakhs ബഡ്ജറ്റിൽ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു യൂസ്ഡ് ഡീസൽ SUV ആണ് നോക്കുന്നതെങ്കിൽ, കാരണം ക്രെറ്റ വന്നത് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ട്. ആദ്യം 2012 ഡസ്റ്റർ വന്നു, 2013 ആയപ്പോൾ എക്കോസ്പോർട്ട് വന്നു. അവർ ശരിക്കും മാർക്കറ്റ് പിടിച്ച് ഒരു 3 വർഷം കഴിഞ്ഞാണ് ക്രെറ്റ വന്നത്. അത് കഴിഞ്ഞ് ക്രെറ്റ വന്ന് 1 വർഷം കഴിഞ്ഞാണ് ബ്രസ വന്നത്. പക്ഷേ ഈ സെഗ്മെൻറ്റിനെ ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് ക്രെറ്റ സെഗ്മെൻറ്റ് എന്ന് തന്നെയാണ്. അത്രയ്ക്ക് ഒരു ഫാൻ ഫോളോയിങ് ആണ് ക്രെറ്റയ്ക്കുള്ളത്. ആൻഡ് അതിന് ഒരു തെറ്റുമില്ല, കാരണം ഇതൊരു 100% റിലയബിൾ ആയിട്ടുള്ള കാറാണ്. 87,000 ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. വളരെ റിലയബിൾ ആയിരുന്നു, വളരെ ട്രസ്റ്റ് വർത്തിയാണ്, ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജും ഉണ്ട്. സിറ്റിയിൽ ഒരു 10-15 കിലോമീറ്റർ മൈലേജ് കിട്ടാറുണ്ട്, ഹൈവേ പോകുമ്പോൾ ഒരു 18 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടാറുണ്ട്. സോ ആവറേജ് ഒരു 16 കിലോമീറ്റർ എപ്പോഴും നമുക്ക് സ്റ്റഡി ആയിട്ട് ഡീസലിൽ മൈലേജ് കിട്ടാറുണ്ട്. സോ ഓവറോൾ വി ആർ വെരി ഹാപ്പി വിത്ത് ദി ഓണർഷിപ്പ് എക്സ്പീരിയൻസ്. അപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ 9 വർഷമായി, ഇപ്പോഴും റിലയബിളി സ്മൂത്ത് ആയിട്ട് ഓടുന്നുണ്ട്. ഇനിയും ഒരു 4-5 കൊല്ലം സുഖമായിട്ട് അവന് ഓടിക്കോളും. സോ ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വിത്ത് our Hyundai Creta 1.6 diesel automatic SX Plus.